ഡോക്ടർ ബി ജയരാജ്, അതായത് നമ്മൾ പറഞ്ഞു ഒരു സിസ്റ്റത്തിൻ്റെ അഭാവം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന്. അതായത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ പോലും അവർ പോലീസ് സേനയിൽ പോയി പരിശീലനം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ അവരുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ അവർ പലപ്പോഴും പറയാറുള്ളത് അത്തരം പരിശീലന മുറകളാണ് ഞങ്ങൾ നേരിടുന്നത് എന്നാണ്. അതായത് പ്രകോപിതരാകുന്ന തരത്തിലേക്ക് പരുവപ്പെടുത്തിയെടുക്കുന്ന ഒരു സമൂഹമായി പോലീസുകാരുടെ പരിശീലന കാലത്തിൽ തന്നെ മാറി വരുന്നു എന്നുള്ളതാണ്. ഇവിടെ പ്രശ്നം പരിഷ്കരണമില്ലായ്മയല്ലേ? പോലീസ് സേനയിൽ അടിയന്തരമായ പരിഷ്കരണം വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടും അത് നടപ്പിലാകാതെ പോകുന്നതല്ലേ കാരണം? ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ആവശ്യങ്ങൾ കുറെ നാളുകളായിട്ട് ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. പൊതുസമൂഹം തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. കാര്യം ഈ പറഞ്ഞത് കറക്റ്റാണ്. ഒരാൾ ട്രെയിനിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാളുടെ സ്വഭാവത്തിലൊരു വ്യതിയാനം നമുക്കത് മനസ്സിലാവും. ആദ്യമേ നമ്മുടെ വളരെ സൗഹൃദത്തോടെ പെരുമാറിയിരുന്ന ഒരു ഷേക്കാൻഡ് നിന്നാൽ തന്നെ നമ്മുടെ കൈ പിടിച്ച് ഞെരിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി, വയറിലൊന്ന് പിടിച്ചൊന്ന് തിരിക്കാനുള്ള ഒരു ടെൻഡൻസി, മുതുകത്ത് രണ്ട് അടിയടിക്കാനുള്ള ടെൻഡൻസി ഒക്കെ ധാരാളമായിട്ട് ഞാൻ ഒരുപാട് പേര് എന്റെ സുഹൃത്തുക്കളിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമാതിരിയുള്ള അവിടെ ട്രെയിനിങ് അല്ല നടക്കുന്നത്, അവിടെ ശരിക്കും നടക്കുന്ന റാഗിങ് ആണ്. ട്രെയിനിങ് കഠിന പരിശീലനം എന്ന് പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരെ എല്ലാം കൊണ്ടിട്ട് റാഗ് ചെയ്ത് ഇതെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് നാട്ടുകാരന്റെ ദേഹത്തേക്ക് ഇറക്കാനുള്ള രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണ്. അത് ബ്രിട്ടീഷ് സംവിധാനമാണ്. ആ മാനുവലാണ് പൊളിച്ചെഴുതേണ്ടുന്നത്. ഏത് രീതിയിലാണ് ഇവര് ഇപ്പൊ സ്കോട്ട്ലൻഡ് യാർഡിലൊക്കെ നമ്മുടെ പോലീസുകാരെ അയച്ച് ട്രെയിനിങ് കൊടുക്കാറുണ്ടല്ലോ. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെയുള്ള ട്രെയിനിങ്, ഇങ്ങനെയുള്ള ബുള്ളിങ്, റാഗിങ് ഒന്നും നടക്കാറില്ല. അവിടെ വളരെ കൃത്യമായിട്ട് എന്നാൽ ഇപ്പൊ സീലുകളെയൊക്കെ ട്രെയിൻ ചെയ്യുന്നത് പോലെ ടഫ് സിറ്റുവേഷൻസിലൊക്കെ ട്രെയിൻ ചെയ്യും. ടഫ് എൻകൗണ്ടേഴ്സ് ഉണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ കണക്ക് അടിമയാക്കി വെക്കുക, അല്ലെങ്കിൽ അടിച്ചമർത്തുക, അവരുടെ വികാരങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യുക, അവരുടെ ഈഗോയൊക്കെ ക്രഷ് ചെയ്ത് കളയുക, അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യന്റെ അസ്തിത്വത്തിനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഉള്ള പെരുമാറ്റമൊന്നും ആ ഒരു ഇതുണ്ടല്ലോ, ആ ഫ്രസ്ട്രേഷൻ മൊത്തം നാട്ടുകാരുടെ പുറത്ത് തീർക്കാനുള്ള ഒരു ദേഷ്യമായിട്ടാണ് ഇയാൾ ഇറങ്ങി വരുന്നത്. അങ്ങനെ ഒരു ട്രെയിനിങ് ലോകത്ത് ഒരു സ്ഥലത്തും കൊടുക്കാറില്ല. അത് കൊടുത്തിട്ടുള്ളത് മുമ്പ് ഇവിടുത്തെ ബ്രിട്ടീഷ് ഭരണ സംവിധാനമാണ്. അതേ രീതി തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത്. ഒന്നാമത്തെ കാര്യം, വളരെ സന്തോഷമുള്ള ഒരു കാര്യം, ആകപ്പാടുള്ള ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ഉള്ളത് കേരള പോലീസിന് മാത്രമാണ് ഇന്ത്യൻ പോലീസ് സേനയില്. വേറെ ഒരു സംസ്ഥാനത്തിലും ഇല്ല. പക്ഷെ വേണ്ടത്ര സൈക്കോളജിസ്റ്റുകളുടെ ഒരു കുറവുണ്ട് അവിടെ. അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ട്രെയിനിങ് സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാനായിട്ട് ആരുമില്ല. അവർക്ക് എന്തെങ്കിലും അവരുടെ ഉദ്യോഗ സംബന്ധമായ എല്ലാ പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ കൗൺസിലർമാരെയൊക്കെ നിയമിക്കുന്നുണ്ട് ഇവർക്ക് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ എല്ലാ കേസും ഇവർക്ക് കേൾക്കാൻ സമയമില്ലാത്തതുകൊണ്ടൊക്കെ. പക്ഷെ അതൊന്നും പര്യാപ്തമല്ല. ശരിക്കും ഇവർക്ക് എന്തെങ്കിലും ഓക്യുപ്പേഷണൽ ഹസാർഡ് ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും സ്ട്രെസ് താങ്ങാതായി വരുമ്പോൾ, ഈ 68 പേരുടെ പേരൊക്കെ ജോർജ് ജോസഫ് സാർ ഇവിടെ പറഞ്ഞു നേരത്തെ. അപ്പൊ അതൊക്കെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. ലോകത്ത് ഒരു സ്ഥലത്ത് ഇത്രയധികം സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു വർഗം ഉണ്ടാവില്ല. അപ്പൊ ഈ സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ഒക്കെ അവർ വെന്റിലേറ്റ് ചെയ്യുന്നത് നാട്ടുകാരുടെ പുറത്താണ്. സ്വാഭാവികമാണ്. നമ്മൾ 1-2 ദിവസം ഉറങ്ങാതെ ഇരുന്നാൽ തന്നെ നമ്മൾ പ്രകോപിതരാകുന്നത് പലവട്ടമാണ്.